അപ്പോ നമ്മുടെ രാമേശ്വര യാത്രയുടെ 2-ാം ദിവസമായെന്ന് നമ്മള് ധനുഷ്കോടിയിലേക്കാണ് പോണത്. അപ്പോ ധനുഷ്കോടിയിൽ കാണാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലമുണ്ട്, പിന്നെ ബീച്ചാണ്, നമ്മുടെ റോഡ് അവസാനിക്കുന്ന ഒരു സ്ഥലം അങ്ങനെയാണ്. അപ്പൊ ഇതുവരെ ഞാൻ പോയിട്ടൊന്നും ഇതുവരെ വീഡിയോസ് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ രാമേശ്വര യാത്രയാണ് എന്റെ. അപ്പോ എല്ലാവർക്കും യാത്രയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ സ്ഥിരം പറയുന്ന പോലെ തന്നെ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ കമന്റുകൾ ഇടണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കമന്റുകൾ ഇടണമെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഈ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസിൽ വല്ല മാറ്റങ്ങൾ വരണം, ഞാൻ ചെയ്യുന്നത് അങ്ങനെ തെറ്റാണ്, ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അപ്പോ തെറ്റ് ശരിയൊക്കെ നിങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് ഇതിനകത്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് അപ്പൊ നിങ്ങൾ കമന്റുകൾ ഇടുക. പരമാവധി ഞാൻ നന്നാക്കാൻ ശ്രമിക്കും, വീഡിയോസ് ഒക്കെ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടികളുടെ ഓണറുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ അതിനകത്ത് കൊടുക്കാം. ഇന്നലെ വന്ന നമ്മള് രാമേശ്വരത്ത് റൂം എടുത്തിട്ടുള്ള റെസ്റ്റോറന്റിന്റെയും ഹോട്ടലിന്റെയും നമ്പർ ഞാൻ അത് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ റൂം തന്നെ സജസ്റ്റ് ചെയ്യാണ്. അടിപൊളി റൂമുകളോ കാര്യങ്ങളൊക്കെയാണ്, നല്ല വെജിറ്റേറിയൻ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ വന്ന് വയറ് കേടായിട്ട് ആരും പോണ്ട, നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് ഇതിനകത്ത് ഞാൻ ഇടാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ രാമേശ്വരം. വിഷ്വൽസ് ഒക്കെ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓപ്പോസിറ്റ് കാണുന്നത് കടലാണ്. കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ബീച്ച്, വലിയ ടവറാണിത്. അത് നമ്മൾ ധനുഷ്കോടിയിലേക്ക് യാത്ര തിരിച്ചു. ഇത് നമുക്ക് ധനുഷ്കോടി പോകുന്ന വഴിയാണ്. ഈ പോകുന്ന വഴിക്കാണ് ഒരു അമ്പലം ഉള്ളത്. നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് കയറുന്നുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യം ബീച്ചിലോട്ട് പോകുന്നതാണ് പറഞ്ഞത്. നമ്മൾ നേരെ ധനുഷ്കോടി ബീച്ചിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ധനുഷ്കോടി ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ ഒരു സൈഡ് ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു കടലും മറ്റേ സൈഡ് ഭയങ്കര തിരമാലയുള്ളൊരു സൈഡുമാണ്. അങ്ങനെ രണ്ട് സൈഡാണ്. ഈ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് ബീച്ചാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശാന്തമായി കിടക്കുന്ന ബീച്ച്. ഇവിടെയാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇറങ്ങുന്നത് കുഴപ്പമൊന്നുമില്ല. മറ്റേ സൈഡിൽ ഇറക്കുന്നില്ല ആൾക്കാരെ. നമ്മൾ വണ്ടി വന്ന അപ്പുറത്ത് ഒരു ബാരിക്കേഡ് വെച്ചിട്ട് വണ്ടി തിരിച്ച് നമ്മളിവിടെ ഇറങ്ങുകയാണ് ചെയ്യുക. അതൊരു അസവസ്തൂപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആരും ഞാനിവിടെ കണ്ടിട്ടില്ല. കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻസ് ഭാഗത്തുള്ള വണ്ടികൾ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളൂ. കേരളത്തിൽ നിന്ന് ആകെ ഒരു വണ്ടി ഞാൻ നോക്കിയപ്പോൾ അത് നമ്മുടെ വണ്ടി മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ തിരക്കും കുറവാണ്. പിന്നെ അറ്റത്ത് കാണുന്ന ഒരു മണൽത്തിട്ടയാണ്. ഇതിൻ്റെ അപ്പുറമാണ് ശ്രീലങ്ക എന്നാണ് പറയപ്പെടുന്നത്. ഈ മണൽത്തിട്ടയുടെ അപ്പുറം ശ്രീലങ്കയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കത് കാണാനായിട്ട് പറ്റുന്നൊന്നുമില്ല. പണ്ട് യുദ്ധത്തിന് പോയത് ഇവിടെ നിന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത്. ശ്രീരാമൻ സീതേനെ രക്ഷിക്കാൻ വേണ്ടി പോയെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചരിത്രം വ്യക്തമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടലൊക്കെ കണ്ട് അവിടുന്ന് തിരിച്ചു പോരാനൊക്കെ റെഡിയായി. പിന്നെ നല്ല വെയിലാണ്. അപ്പോൾ അധികം നേരം നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പതുക്കെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ധനുഷ്കോടി രാമേശ്വരം റൂട്ട് വരുമ്പോൾ ധനുഷ്കോടിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ റൈറ്റിലോട്ട് ഈ അമ്പലത്തിൻ്റെ വഴി. അപ്പോൾ ഈ ദൂരെ കാണുന്നതാണ് അമ്പലം. ഈ രണ്ട് സൈഡിലും കടല് പിന്നാക്കം ഉൾവലിഞ്ഞ് പോയിട്ടുള്ളതാണ് ഈ കാണുന്നത്.
അങ്ങനെ നമ്മൾ ധനുഷ്കോടി യാത്ര അവസാനിച്ചു. അത് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ഐസ്, മീൻ വണ്ടികളിലേക്കുള്ള ഐസ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ മുന്നിൽ കാണുന്ന ട്രാക്ടറിൽ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരുപാട് മീൻപിടുത്തക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് ഒരുപാട് സ്ഥലത്തേക്ക് മീനുകൾ ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. സീ ഫുഡ് മീനുകൾ ഒരുപാട് കയറി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് മധുരയിലേക്ക് പോവുകയാണ്. അപ്പോൾ രാത്രി ഏറെ വൈകി ഒടുങ്ങി. അപ്പോഴാണ് നമുക്ക് മധുരയിലേക്ക് കൂടി പോകണമെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മധുരയിലേക്ക് വണ്ടി തിരിച്ചു. അപ്പോൾ പാമ്പുപാലത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ ഒരു സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി മധുരയിലെത്തിയിട്ട് കാണാം. അപ്പോൾ പതിവ് പോലെ പറയുന്ന പോലെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി.